ഗുവാഹത്തിയിൽ ഇന്നലെ പെയ്തത് വെറും മഴയല്ല, മുംബൈ ഇന്ത്യൻസിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയ റൺ മഴയായിരുന്നു. വെറും 11 ഓവർ 151 റൺസ് വിജയലക്ഷ്യം. കണ്ടുനിന്നവർക്ക് പോലും വിശ്വസിക്കാനായില്ല. യശസ്വി ജയ്സ്വാൾ എന്ന കൊടുങ്കാറ്റും വെറും 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയും ചേർന്ന് മുംബൈ ബൌളർമാരെ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ പിച്ചു ചീന്തി. രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു ഇന്നലെ ആ ACA സ്റ്റേഡിയത്തിൽ നടന്നത് നമുക്ക് നോക്കാം. മഴ വില്ലനായി എത്തിയതോടെ കളി 11 ഓവറായി വെട്ടിച്ചുരുക്കി. ടോസ് നേടിയ ഹാർദിക് പാണ്ഡ്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പക്ഷെ അതൊരു വലിയ അബദ്ധമായിരുന്നു എന്ന് തെളിയിക്കാൻ ജയ്സ്വാളിന് അധികം സമയം വേണ്ടി വന്നില്ല. വെറും 32 പന്തിൽ പുറത്താകാതെ 77 റൺസ്, അതിൽ 10 ഫോറും 4 സിക്സറുകളും. 240 മുകളിലായിരുന്നു സ്ട്രൈക്ക് റേറ്റ്. പക്ഷെ ഇന്നലത്തെ യഥാർത്ഥ അത്ഭുതം ഇതൊന്നുമല്ല. 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയാണ് മുംബൈയെ വിറപ്പിച്ചത്. വെറും 14 പന്തിൽ നിന്ന് 5 പടുകൂറ്റൻ സിക്സറുകൾ പറത്തി 39 റൺസാണ് ഈ കുട്ടിത്താരം അടിച്ചുകൂട്ടിയത്. ജസ്പ്രീത് ബുംറയുടെ ഓവറിൽ പോലും വൈഭവ് ഭയമില്ലാതെ ബാറ്റ് വീശി. ഒടുവിൽ 11 ഓവർ പൂർത്തിയായപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 150 എന്ന അവിശ്വസനീയമായ സ്കോറാണ് രാജസ്ഥാൻ റോയൽസ് പടുത്തുയർത്തിയത്. 150 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈക്ക് വിക്കറ്റുകൾ തുടരെ നഷ്ടമായി. രോഹിത് ശർമ്മ 5 റൺസിനും സൂര്യകുമാർ യാദവ് 6 റൺസിനും പുറത്തായതോടെ മുംബൈ ആരാധകർ നിശബ്ദരായി. നാൻഡർബർഗറും സന്ദീപ് ശർമ്മയും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്കും 9 റൺസ് ഇന്നലെ കാര്യമായി ഒന്നും ചെയ്യാനായില്ല. ജോഫ്ര ആർച്ചർ തന്റെ പഴയ ടീമിനെതിരെ തീതുപ്പുന്ന പന്തുകളുമായി കളം നിറഞ്ഞപ്പോൾ മുംബൈ 56-ന് 5 എന്ന നിലയിലേക്ക് തകർന്നു. ഒരു ഘട്ടത്തിൽ കളി കൈവിട്ടു എന്ന് കരുതിയ മുംബൈയെ ഷെർഫൈൻ റുദർഫോർഡും 8 പന്തിൽ 25 റൺസ് നമാൻധീറും 25 റൺസ് ചേർന്ന് മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചു. റുദർഫോർഡ് 2 സിക്സറുകൾ പറത്തി ആരാധകർക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകിയെങ്കിലും നാൻഡർബർഗർ ആ പ്രതീക്ഷകളും തല്ലിക്കെടുത്തി. ഒടുവിൽ 11 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുക്കാനേ മുംബൈക്ക് സാധിച്ചുള്ളൂ. 27 റൺസിന്റെ തകർപ്പൻ വിജയം രാജസ്ഥാൻ സ്വന്തമാക്കി. യശസ്വി ജയ്സ്വാൾ തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് IPL 2026 തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൌളിംഗ് നിരയിൽ വലിയ അഴിച്ചുപണികൾ ആവശ്യമാണെന്ന് ഇന്നലത്തെ മത്സരം തെളിയിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ആരുടെ പ്രകടനമാണ്? ജയ്സ്വാളിന്റെ ബാറ്റിംഗോ അതോ ആ 15 വയസ്സുകാരൻ വൈഭവിന്റെ സിക്സറുകളോ? താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഇതുപോലെയുള്ള മാച്ച് അനാലിസിസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.